സാഗരത്തെ കൊണ്ട് മാറ്റി പറയിക്കാൻ വേണ്ടിയിരിക്കുന്നത് ഇനി തൊടാൻ പറ്റില്ലല്ലോ സാർ. ഇനി വേറെ ആളെയും ചെയ്യുന്നുണ്ട്. വേറെ ആളെ ചെയ്യുന്നുള്ളത് നമ്മൾ അഭിമാനി പറയുന്നത് കോടതി പോയി കുറ്റപത്രം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ. സിനിമയിലെ മിന്നും താരങ്ങളായ സിദ്ദിഖും മുകേഷും ഭാമയും ബിന്ദു പണിക്കരും ഉൾപ്പെടെ ഭൂരിഭാഗം സാക്ഷികളും മൊഴിമാറ്റിയവരുടെ പട്ടികയിലുണ്ട്. അമ്മയുടെ അന്നത്തെ ജനറൽ സെക്രട്ടറി ഇടവേള ബാബുവും ആക്രമിക്കപ്പെട്ട നടിയെ കൈവിട്ടതോടെ പ്രോസിക്യൂഷന് പ്രതീക്ഷകൾ നഷ്ടമായി. അതിനിടയിലാണ് പ്രധാന സാക്ഷി സാഗർ വിൻസെന്റിന്റെ മൊഴിമാറ്റത്തിലെ ഗൂഢാലോചന റിപ്പോർട്ടർ പുറത്തെത്തിച്ചത്. കാവ്യമാധവന്റെ ഉടമസ്ഥതയിലുള്ള ലക്ഷ്യയിലെ ജീവനക്കാരനായ സാഗർ മൊഴിമാറ്റിയ കാര്യം ദിലീപിനെ സഹോദരൻ അനൂപ് ധരിപ്പിക്കുന്ന ശബ്ദരേഖയാണ് റിപ്പോർട്ടർ അന്ന് പുറത്തുവിട്ടത്. പണം നൽകി സാഗറിനെ സ്വാധീനിച്ചെന്നാണ് പോലീസ് കണ്ടെത്തൽ. ആലപ്പുഴയിൽ സാഗറിനെ കാണാൻ കാവ്യമാധവന്റെ ഡ്രൈവറും അഭിഭാഷകനും എത്തിയതിന്റെ രേഖകളും റിപ്പോർട്ടർ പുറത്തുവിട്ടിരുന്നു. നന്നായി അതിജീവിതയെ കൈവിടുമ്പോഴും മഞ്ജു വാര്യറും ഗീതു മോഹൻദാസും ലാലും മൊഴികളിൽ ഉറച്ചുനിന്നു. ദിലീപും സംഘവും സമ്മർദ്ദം ചെലുത്തിയിട്ടും പി.ടി. തോമസും കുഞ്ചാക്കോ ബോബനും വഴങ്ങിയില്ല. ആക്രമിക്കപ്പെട്ട നടിയെ പച്ചയ്ക്ക് കത്തിക്കുമെന്ന് 8ാം പ്രതി ദിലീപ് പറഞ്ഞെന്നായിരുന്നു ഭാമ പോലീസിന് നൽകിയ മൊഴി. സമാനമായി ദിലീപിന് നടിയോട് വൈരാഗ്യമുണ്ടെന്ന് വ്യക്തമാക്കുന്ന വിവരങ്ങൾ ബിന്ദു പണിക്കരും സിദ്ദിഖും പോലീസിന് നൽകിയിരുന്നു. തൃശൂരിലെ ടെന്നീസ് കോർട്ടിൽ പൾസർ സുനിയും ദിലീപും കൂടിക്കാഴ്ച നടത്തുമ്പോൾ സാക്ഷിയായിരുന്ന വാസുദേവനും മൊഴിമാറ്റിയവരിൽ പ്രമുഖനാണ്. നടിയെ ആക്രമിച്ച കേസിൽ വിചാരണ കോടതിക്കും ജഡ്ജിക്കുമെതിരെ ഗുരുതര പരാമർശങ്ങളുമായി നിയമോപദേശം. മെമ്മറി കാർഡ് ചോർന്ന കേസിൽ സംശയ നിഴലിൽ ആയതിനാൽ ജഡ്ജിക്ക് വിധി പറയാൻ അവകാശമില്ല എന്നാണ് നിയമോപദേശത്തിൽ പറയുന്നത്. നടൻ ദിലീപിനെതിരെ സമർപ്പിച്ചത് ഗൗരവമേറിയ നിരവധി തെളിവുകൾ ആണ്. ഈ തെളിവുകൾ പക്ഷപാതത്തോടുകൂടി തള്ളിക്കളഞ്ഞു എന്നുമാണ് നിയമോപദേശത്തിൽ ഉള്ളത്. നടിയെ ആക്രമിച്ച സംഭവത്തിൽ നിലവിലെ വിധി പ്രസ്താവത്തിന് എതിരെ അപ്പീൽ പോകുന്നത് സർക്കാരിന്റെ പരിഗണനയിലാണ്. എത്രയും പെട്ടെന്ന് അപ്പീൽ നടപടികളുമായി സർക്കാർ മുന്നോട്ടു പോകുന്ന പശ്ചാത്തലത്തിൽ ആണ് ഈ നിയമോപദേശം വളരെ പ്രധാനപ്പെട്ടതായി മാറുന്നത്. സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി അപ്പീൽ നൽകുമ്പോൾ എപ്പോഴും ഉത്തരവിലെ പോരായ്മകളും പിഴവുകളുമാണ് ചൂണ്ടിക്കാണിക്കാറുള്ളത് എങ്കിൽ ഇതിൽ അതീവ ഗുരുതരമാകുന്ന വിഷയം എന്നത് ജഡ്ജിക്ക് നേരെയും ഒപ്പം സമർപ്പിക്കപ്പെട്ട തെളിവുകളിൽ പക്ഷപാതപരമായ നിലപാട് ജഡ്ജി സ്വീകരിച്ചു എന്നതും ഉൾപ്പെടുന്ന നിയമോപദേശം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനമായി കണക്കാക്കേണ്ടത്. അതിൽ തന്നെ എടുത്തു പറയുന്നത് മെമ്മറി കാർഡുമായി ബന്ധപ്പെട്ട വിവാദം ആണ്. മെമ്മറി കാർഡ് വിവാദത്തിൽ അടക്കം നിർണായകമായ തെളിവുകൾ കോടതിക്ക് മുന്നിലേക്ക് എത്തിയിരുന്നു. പക്ഷേ ആ നിർണായകമായ തെളിവുകൾ ഒന്നും തന്നെ പരിഗണിക്കാൻ കോടതി തയ്യാറായില്ല എന്ന് മാത്രവുമല്ല, അത് തള്ളിക്കളയുന്ന സമീപനമാണ് കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് എന്ന വിമർശനം കൂടി ഉയർന്നു വരുന്ന പശ്ചാത്തലം ആണ് ഉള്ളത്. ദിലീപിനെ വെറുതെ വിടാൻ എഴുതിയ വിധിയാണ് ഇത് എന്ന വിമർശനമുണ്ട്. ഗൗരവമേറിയ നിരവധി തെളിവുകളാണ് ദിലീപിനെതിരെ പ്രോസിക്യൂഷൻ നൽകിയത്. എല്ലാം പക്ഷപാതത്തോടെ കോടതി തള്ളി എന്ന നിയമോപദേശത്തിൽ ചൂണ്ടിക്കാണിക്കുകയാണ്. സ്പെഷ്യൽ പ്രോസിക്യൂട്ടറുടെ വിശദമായ കുറിപ്പാണ് നിയമോപദേശത്തിനോട് ഒപ്പം നൽകിയിട്ടുള്ളത്. ദിലീപിനെതിരെ ഗൗരവമേറിയ നിരവധി തെളിവുകൾ സമർപ്പിച്ചിട്ടും എല്ലാ തെളിവുകളും പക്ഷപാതത്തോടുകൂടി തള്ളിക്കളഞ്ഞു എന്നതാണ് പറയുന്നത്. നവമോപദേശത്തിൽ പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്നത് മെമ്മറി കാർഡ് വിവാദവുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. അതായത് മെമ്മറി കാർഡ് വിവാദത്തിൽ സംശയ നിഴലിൽ നിൽക്കുന്ന ജഡ്ജിക്ക് ഇതുമായി ബന്ധപ്പെട്ട ഒരു അന്തിമ വിധി പ്രസ്താവത്തിലേക്ക് പോകുന്ന സാഹചര്യം ഇല്ല, അങ്ങനെ പോകാൻ പാടില്ല എന്ന നിയമോപദേശത്തിൽ പറയുമ്പോൾ എന്തായിരുന്നു ആ മെമ്മറി കാർഡ് വിവാദം എന്നത് വളരെ പെട്ടെന്ന് പ്രേക്ഷകരെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. 2017 ഫെബ്രുവരി 17 കേരളത്തെ ഞെട്ടിക്കുന്ന ആ സംഭവം ഉണ്ടായത്. നടി ആക്രമിക്കപ്പെട്ടത്. ആ നടി ആക്രമിക്കപ്പെട്ട കേസിൽ 1 മുതൽ പൾസർ സുനി മുതൽ 6ാം പ്രതി വരെയുള്ള പ്രദീപ് വരെയുള്ള പ്രതികൾ ശിക്ഷിക്കപ്പെട്ടതിൽ ഏറ്റവും നിർണായകമായ തെളിവ് എന്നത് ഈ മെമ്മറി കാർഡ് ആയിരുന്നു എന്നതാണ് എടുത്തു പറയേണ്ടത്. ഒരു പക്ഷേ അങ്ങനെ ഒരു തെളിവുണ്ടായിരുന്നില്ല എങ്കിൽ ഈ പ്രതികൾ ശിക്ഷിക്കപ്പെടുമോ എന്ന സംശയം പോലും ഉണ്ടായേക്കാം. കാരണം നടി ലൈംഗികമായി ആക്രമിക്കപ്പെട്ടു എന്നതിന്റെ ഏറ്റവും ശാസ്ത്രീയമായ തെളിവായിരുന്നു പ്രോസിക്യൂഷൻ സമർപ്പിച്ച മെമ്മറി കാർഡ് എന്നത്. നടിയെ പൾസർ സുനി ആക്രമിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പകർത്തുകയും അത് മൊബൈൽ ഫോണിൽ നിന്ന് മെമ്മറി കാർഡിലേക്ക് പകർത്തുകയുമാണ് ചെയ്തത്. ഈ മെമ്മറി കാർഡിലെ ദൃശ്യങ്ങളാണ് നടി ആക്രമിക്കപ്പെട്ടു എന്നതിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ തെളിവായി കോടതിയിൽ പിന്നീട് മാറിയത്. ഈ മെമ്മറി കാർഡുമായി ബന്ധപ്പെട്ട് പ്രധാനമായും ഉയർന്നു വന്ന വിവാദം എന്നത് മെമ്മറി കാർഡ് സൂക്ഷിച്ചിരുന്നത് കോടതിയിൽ മുദ്രവെച്ച കവറിൽ ആയിരുന്നു. അങ്ങനെയുള്ള മെമ്മറി കാർഡ് അനധികൃതമായി പരിശോധിക്കപ്പെട്ടു എന്ന വിമർശനം ഉയരുന്നു. 2022 ഫോറൻസിക് പരിശോധനയിൽ മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയതായി കണ്ടെത്തുന്നു. അതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ഉയരുന്ന പശ്ചാത്തലം ഉണ്ടാകുന്നു. കോടതിയുടെ പക്കൽ ഉള്ള, കോടതിക്ക് മാത്രം പരിശോധിക്കാൻ പറ്റുന്ന ഒരു മെമ്മറി കാർഡിന്റെ 8 വർഷങ്ങൾ 9 മാസങ്ങൾ 23 ദിവസങ്ങൾ ഒരു സ്ത്രീ തന്റെ ആത്മാഭിമാനത്തിന് വേണ്ടി നടത്തിയ ആ ഒരു പോരാട്ടത്തിന്റെ ദൈർഘ്യമാണിത്. നടി ആക്രമിക്കപ്പെട്ട ഈ ഒരു കേസിലെ നടൻ ദിലീപിനെ വെറുതെ വിട്ടുകൊണ്ടുള്ള വിചാരണ കോടതി വിധി കേരളത്തെ 2 തട്ടിലാക്കിയിരിക്കുകയാണ്. നീതി നടപ്പിലായി എന്ന് ഒരു വിഭാഗം വിശ്വസിക്കുമ്പോൾ പണവും സ്വാധീനവും നീതിയെ തോൽപ്പിച്ചു എന്ന് മറുവിഭാഗവും വാദിക്കുന്നുണ്ട്. എന്താണ് ഈ വിധിയിലെ പൊരുത്തക്കേടുകളും എന്തുകൊണ്ടാണ് അതിജീവിതയ്ക്ക് കോടതിയിലുള്ള ഈ ഒരു വിശ്വാസവും നഷ്ടപ്പെട്ടത്? ഈ കേസിലെ വിധിയിലെ ചില വൈരുദ്ധ്യങ്ങൾ നമുക്ക് പരിശോധിക്കാം. പ്രോസിക്യൂഷൻ DG നൽകിയ നിയമോപദേശത്തിൽ നിന്നും ഇത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഈ കേസിലെ 1ാം പ്രതി പൾസർ സുനിക്കെതിരെ ഉപയോഗിച്ച അതേ സാക്ഷിമൊഴികളും തെളിവുകളും കോടതി പൂർണ്ണമായിട്ട് വിശ്വസിച്ചു. അതുകൊണ്ടാണ് അയാൾക്ക് 20 വർഷം ശിക്ഷ ലഭിച്ചത്. എന്നാൽ ഇതേ കേസിലെ 8ാം പ്രതിയായിട്ടുള്ള ദിലീപിനെതിരെ അതേ തെളിവുകൾ വന്നപ്പോൾ കോടതി അവ അവിശ്വസനീയമെന്ന് പറഞ്ഞു തള്ളി. ഒരേ മുറിയിൽ നടന്ന ഗൂഢാലോചനയിൽ ഒരാളെ ശിക്ഷിക്കാനും മറ്റൊരാളെ വെറുതെ വിടാനും
ഒരേ തെളിവുകൾ എങ്ങനെയാണ് രണ്ട് രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടുന്നത്? ഇതാണ് പ്രധാനമായിട്ടും അപ്പീലിൽ ചോദ്യം ചെയ്യപ്പെടുന്നത്. കോടതിയുടെ കസ്റ്റഡിയിലിരിക്കെ മെമ്മറി കാർഡ് 3 തവണ ആക്സസ് ചെയ്യപ്പെട്ടു എന്ന് ഫോറൻസിക് പരിശോധനയിൽ വ്യക്തമായിരുന്നു. ഈ സംഭവത്തിൽ അന്വേഷണം വേണമെന്ന് അതിജീവിത ആവശ്യപ്പെട്ടപ്പോൾ വിചാരണ കോടതി അത് നിരുത്സാഹപ്പെടുത്തുകയാണ് ചെയ്തത്. ഒരു ജഡ്ജി തന്നെ സംശയം നിഴലായ കേസിലെ ആ ജഡ്ജി തന്നെ വിധി പറയുന്നത് നീതിയുക്തമാണോ എന്നതാണ് ഈ ഒരു നിയമോപദേശത്തിലെ മറ്റൊരു പ്രധാന പോയിന്റ്. നമുക്കറിയാം, ഈ ഒരു പോരാട്ടത്തിൽ അതിജീവിതയ്ക്കൊപ്പം ഉറച്ചു നിന്ന വ്യക്തിയാണ് നടി മഞ്ജു വാര്യർ. അതുകൊണ്ട് തന്നെ അവര് വലിയ തോതിൽ വേട്ടയാടപ്പെടുന്നുണ്ട്. അതിനൊരു ഉദാഹരണമാണ് അഭിഭാഷക TV മിനിയുടെ പേരിൽ പ്രചരിക്കുന്ന വ്യാജ വാർത്ത എന്ന് പറയുന്നത്. മഞ്ജു വാര്യർ മദ്യപാനിയാണെന്ന് TV മിനി കോടതിയിൽ പറഞ്ഞു എന്നായിരുന്നു ഈ ഒരു പ്രചാരണം. എന്നാൽ ഇത് തീർത്തും വ്യാജമാണെന്ന് TV മിനി തന്നെ തുറന്നു പറയുന്നുണ്ട്. ഇതിലൂടെ വ്യക്തമാകുന്നത് ഒന്ന് മാത്രമാണ്: ദിലീപിനെ അനുകൂലിക്കുന്ന വലിയൊരു സൈബർ വിങ് അതിജീവിതയെ സഹായിക്കുന്ന ഓരോ വ്യക്തിയെയും സ്വഭാവ ഹത്യ, അതായത് ക്യാരക്ടർ അസാസിനേഷൻ ചെയ്യാൻ ശ്രമിക്കുന്നു എന്ന് തന്നെയാണ്. TV മിനി പറഞ്ഞതുപോലെ തന്നെ ഏതാണ്ട് 250ഓളം ചാനലുകൾ ഇതിനായിട്ട് മാത്രം പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. നമുക്കറിയാം, അതിജീവിതയുടെ പ്രസ്താവനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വരി ഇതായിരുന്നു അല്ലെ: നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരല്ല. എന്തുകൊണ്ടാണ് അവർ അങ്ങനെ പറഞ്ഞത്? പൾസർ സുനി തന്നെ ഡ്രൈവർ ആയിരുന്നു എന്ന് വിധി വന്ന ശേഷവും ചിലർ പ്രചരിപ്പിച്ചിരുന്നു. എന്നാൽ സിനിമാ സെറ്റിലെ പ്രൊഡക്ഷൻ ടീം നൽകിയ ഒരു ഡ്രൈവർ മാത്രമായിരുന്നു അയാൾ എന്ന് അവർ ആവർത്തിച്ചു പറഞ്ഞു. ഇരയെ നിരന്തരം നുണച്ചിയാണെന്ന് ചിത്രീകരിക്കുന്ന ഒരു സോഷ്യൽ എൻവയോൺമെന്റ് ഇവിടെ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. അധികാരമുള്ളവർക്ക് വേണ്ടി നിയമം കണ്ണടയ്ക്കുന്നു എന്ന തോന്നൽ ഒരു അതിജീവിതയിൽ ഉണ്ടാകുന്നത് നമ്മുടെ ജനാധിപത്യത്തിന് തന്നെ വെല്ലുവിളിയാണ്. ഇവിടെ ദിലീപിനെ അനുകൂലിക്കുന്നവർ പറഞ്ഞത് എന്താണ്? തെളിവില്ലാത്തത് കൊണ്ട് കോടതി വിട്ടയച്ചു. ദിലീപ് ഒരു ഗൂഢാലോചനയുടെ ഇരയാണ്, അദ്ദേഹത്തിന്റെ കരിയർ തകർക്കാൻ ശ്രമിക്കുന്ന എന്നൊക്കെയായിരുന്നു ഇവരുടെ വാദം. എന്നാൽ അതിജീവിതയുടെ പക്ഷക്കാരോ തെളിവുകൾ ഉണ്ടായിട്ടും അത് കോടതി പരിഗണിച്ചില്ല. പണം ഉപയോഗിച്ച് സാക്ഷികളെ സ്വാധീനിച്ചു, വിചാരണ വേളയിൽ ഇരയെ മാനസികമായിട്ട് തകർക്കാൻ ശ്രമിച്ചു എന്നതായിരുന്നു ഇവരുടെ പക്ഷം. എന്തായാലും ഈ വിചാരണ കോടതി വിധി എന്ന് പറയുന്നത് അവസാന വാക്കല്ല. നീതിക്ക് വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടം ഇപ്പോൾ ഹൈക്കോടതിയിലേക്ക് നീങ്ങുകയാണ്. സർക്കാർ നൽകുന്ന അപ്പീൽ ഈ കേസിൽ നിർണായകമാകും. എന്തായാലും സത്യം ചെരുപ്പിടുമ്പോഴേക്കും നുണം ലോകം ചുറ്റി വരുമെന്ന് പറയാറുണ്ട്. പക്ഷെ ഒടുവിൽ സത്യം തന്നെ ജയിക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്ത ഈ ഒരു കേസ് കേവലം ഒരു സിനിമാ നടന്റെയോ നടിയുടെയോ വ്യക്തിപരമായിട്ടുള്ള ഒരു പ്രശ്നമല്ല. ഇത് നമ്മുടെ നീതിന്യായ വ്യവസ്ഥയുടെ തന്നെ വിശ്വാസ്യതയെക്കുറിച്ചുള്ള ഒരു ചോദ്യമാണ്. ഒരു സാധാരണ പെൺകുട്ടിക്ക് താൻ നേരിട്ട അതിക്രമത്തിന് നീതി തേടി കോടതിയിൽ പോകാൻ ഇന്നും ഭയമാണെങ്കിൽ അവിടെയാണ് നമ്മുടെ തോൽവി. അതിജീവിതയുടെ വാക്കുകൾ കടമെടുത്താൽ നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാകുന്ന ഒരു കാലം വരുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. വിചാരണ കോടതി വിധിയിലെ പിഴവുകൾ ഹൈക്കോടതി തിരുത്തുമെന്നും സത്യം പുറത്തു വരുമെന്ന് വിശ്വസിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകൾ ഇന്നും അവൾക്കൊപ്പം തന്നെയുണ്ട്. അതിജീവിത എന്ന പേരിനർത്ഥം തോറ്റു പിന്മാറുന്നവൾ എന്നല്ല, മറിച്ച് തടസ്സങ്ങളെ അതിജീവിച്ച് മുന്നേറുന്നവൾ എന്നാണ്. ആ പോരാട്ടത്തിന് എല്ലാ പിന്തുണയും നൽകേണ്ടത് ഒരു പരിഷ്കൃത സമൂഹം എന്ന നിലയിൽ നമ്മുടെയും കടമയാണ്. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, സോഷ്യൽ മീഡിയയിലെ വ്യാജ പ്രചരണങ്ങളിൽ വീണു പോകാതിരിക്കുക. ഒരു വ്യക്തിയെ വേട്ടയാടാൻ 100 നുണകൾ പ്രചരിപ്പിക്കാൻ എളുപ്പമാണ്, എന്നാൽ സത്യം പറയാൻ വലിയ ധൈര്യം വേണം. അതിജീവിതയ്ക്കെതിരെയുള്ള സൈബർ അധിക്ഷേപങ്ങൾ അവസാനിപ്പിക്കുക. അവൾ ചോദിക്കുന്നത് സഹതാപമല്ല, മറിച്ച് അർഹമായിട്ടുള്ള നീതി മാത്രമാണ്. എന്തായാലും ഈ വിഷയത്തിൽ നിങ്ങളുടെ നിലപാട് എന്താണ്? വിചാരണ കോടതി വിധിയിൽ നിങ്ങൾക്ക് സംശയങ്ങളുണ്ടോ? അതോ കോടതി വിധി ശരിയാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ മാന്യമായ ഭാഷയിൽ താഴെ കമന്റ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ദയവായിട്ട് ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്യുക. ഇതുപോലുള്ള ഗൗരവമേറിയ വിഷയങ്ങളെ കുറിച്ചുള്ള വിശകലനങ്ങൾക്കും വാർത്തകൾക്കുമായിട്ട് ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. ഇനി മറ്റൊരു പ്രധാന വിഷയമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.